നിച്ചൂസ് പറഞ്ഞപോലെ നമ്മളിന്ന് പോകുന്നത് ബഹ്റൈനിലെ ഫേമസ് ആയ ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ്. അതിനു മുന്നേ നിച്ചൂസിൻ്റെ കുറച്ച് സ്നേഹപ്രകടനം കണ്ടാലോ. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കുറേ പച്ചപ്പ് കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നാടിനെ ശരിക്കും മിസ് ചെയ്യുന്നു. ബഹ്റൈനിലെ മനാമയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് പോകുമ്പോൾ കുറേ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് പൂജയ്ക്ക് ആവശ്യമായ കുറേ പൂക്കളും പൂജാദ്രവ്യങ്ങളൊക്കെ കാണാം. വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ഈ കാണുന്നതാണ് 200 വർഷം പഴക്കമുള്ള ശ്രീനാഥ്ജി ശ്രീകൃഷ്ണ ടെമ്പിൾ. അവിടെ കയറുന്നതിന് മുന്നേ തന്നെ ചെരുപ്പൊക്കെ സൈഡിൽ അഴിച്ചു വെച്ച് കാലൊക്കെ കഴുകി ശുദ്ധിയോടെ മാത്രമേ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അവിടെ കണ്ടൊരു മനോഹരമായ കാഴ്ചയാണേത്. കുറേ പ്രാവുകൾ അവിടെ ഫുഡ് കൊത്തിപ്പെറുക്കുന്നത്. നമുക്ക് വേണമെങ്കിലും അവിടെ ഫുഡ് പ്രാവുകൾക്ക് കൊടുക്കാം. പിന്നെ നേരെ പോയത് പ്രാവിനിടയിലൂടെ കാല് കഴുകാനാണ്. അപ്പോൾ നിച്ചൂസ് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അവൾക്ക് വരണമെന്നുണ്ട്. പക്ഷേ പ്രാവിനെ കണ്ടപ്പോൾ അവളൊന്ന് പേക്കടിച്ചു. ഫസ്റ്റ് ഫ്ലോറിലാണ് ക്ഷേത്രമുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കാൻ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ക്ഷേത്രത്തിലേക്ക് എത്തി. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു 10:30 ക്ഷേത്രം ഓപ്പൺ ചെയ്യുകയുള്ളൂ. അങ്ങനെ കുറച്ച് ടൈം അവിടെ ഇരിക്കേണ്ടി വന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സീറ്റ് അവിടെയുണ്ട്. ഇനി ആ റെഡ് കർട്ടനുള്ളിലാണ് അവിടുത്തെ വിഗ്രഹമുള്ളത്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ആ കർട്ടൻ നീക്കി. അപ്പോൾ നമുക്ക് അവിടുത്തെ വിഗ്രഹം കാണാം. ഇതാണ് അവിടുത്തെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ തന്നെ. പിന്നെ കുറച്ച് സൈഡിലായി ഒരു ചെറിയ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോവും അവിടെ പ്രാർത്ഥന പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പ്രസാദം വാങ്ങാനാണ്. അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് പോപ്കോൺ ആണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ 2 പാത്രങ്ങളായി കുങ്കുമവും ചന്ദനവും വെച്ചിട്ട് അതിൽ വേണം നമ്മൾ കുറി തൊടാൻ. ഇരിക്കുന്നവരൊക്കെ കൃഷ്ണന് മാല കെട്ടുന്ന തിരക്കിലാണ്. മാല കെട്ടിയിട്ട് കൃഷ്ണനെ ചാർത്തും. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെയും ഒരു ചെറിയ കൃഷ്ണൻ്റെ പ്രതിമയും ശിവൻ്റെയും പാർവതിയും ഒക്കെ ഫോട്ടോ കാണാം. അവിടെയും ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും ചിത്രങ്ങളാണ്. ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ചിത്രമാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ തുളസിത്തറയുമുണ്ട്. അവിടെയും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് പ്രസാദമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.